So ഇന്ന് നമ്മൾ how to submit your course page for peer evaluation എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ. Okay, so you can see in your Moodle training course page. ശ്രീകല മിസ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. Moodle training course page you can see an activity in 2.5. You can see 2.5 as an peer assessment. ഒരു അസൈൻമെന്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാം. ഈ അസൈൻമെന്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾ ക്വിസ് കംപ്ലീറ്റ് ആവണം. ക്വിസ് അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം അത് പാസ്സാവുകയും വേണം. അതിൽ മിനിമം പാസ് ഗ്രേഡ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അസൈൻമെന്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ക്വിസ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പാസ് ഗ്രേഡ് കിട്ടുന്നത് വരെ, അതിൽ ടിക്ക് മാർക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അത് ചെയ്തു നോക്കുക. അസൈൻമെന്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അസൈൻമെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ ഓൾറെഡി 54 പേര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 271 പേരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് പേജിനെ നമ്മളൊരു പിയർ ഇവാലുവേഷന് വേണ്ടി വിധേയമാക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു അസസ് യുവർ കോഴ്സ് പേജ് ഫോർ എ പിയർ ഇവാലുവേഷൻ, റൈറ്റ്? സോ ഫോർ ദാറ്റ് യു ഹാവ് ടു സബ്മിറ്റ് following details. One is you must type your title of your course name. Then the second thing is you need to paste your course page link. നിങ്ങൾ Moodle course പേജിന്റെ ലിങ്കും അതേപോലെ ടൈറ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അസൈൻമെന്റിന് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് പേജ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതിന്റെ കണ്ടന്റ്. നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ കുറെ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇവാലുവേഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതെന്നും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങളുടെ കോഴ്സ് പേജിനെ ഡിഫറെന്റ് ആസ്പെക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് വെദർ ദ Moodle കോഴ്സ് ലിങ്ക് വെബ്സൈറ്റ് ഓർ Moodle കോഴ്സ് പേജിന്റെ ലിങ്ക് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതാണ്. നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കോഴ്സ് പേജിന്റെ ലിങ്ക് വർക്കിംഗ് ആണോ എന്നുള്ളത് അത് വേണം. രണ്ടാമത്തെ ആസ്പെക്ട്, അത് പോട്ടെ, അത് നിങ്ങൾ ആ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് വർക്കിംഗ് ലിങ്ക് ആയിരിക്കണം. രണ്ടാമത്തത് അതിനെ കണ്ടന്റ് വ്യൂവബിൾ ആയിരിക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും, എങ്ങനെയാണ് വ്യൂവബിൾ ആക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ആസ്പെക്ട് മുതലാണ് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ കോഴ്സ് പേജിൽ ഈസ് ദർ എനി റിസോഴ്സസ് ഇൻ ദ കോഴ്സ് പേജ്. ഇതിന് യു വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 10 മാർക്ക്. 10 മാർക്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത്, ഈസ് ദർ എനി ടെക്സ്റ്റ് ഓർ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ ഇൻ യുവർ കോഴ്സ് പേജ്. നിങ്ങൾ കോഴ്സ് ഔട്ട്കംസും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ, ടെക്സ്ച്വൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അതിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്ക്. ദെൻ ഈസ് ദർ എനി URL ഓർ ലിങ്ക് അതർ ദാൻ വീഡിയോ അല്ലാത്ത മറ്റെന്തെങ്കിലും URL, ഏതെങ്കിലും വെബ്സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക്, അതുപോലെ URL, ഇതൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്സ്, അനദർ 3 മാർക്ക്. ദെൻ ഈസ് ദർ എനി വീഡിയോ, കുട്ടികൾക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ കോഴ്സിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അതേപോലെയുള്ള വീഡിയോസ് വരിക. നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്ക്. ദെൻ ഫയൽ, നിങ്ങൾ ഒരു കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ആ ആക്ടിവിറ്റിക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊന്ന്, ലേബൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ another 3 മാർക്ക്. ബുക്ക് ആക്ടിവിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്ക്. പേജ് റിസോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്സ്. മാക്സിമം യു ക്യാൻ സ്കോർ 10 മാർക്ക്. ഓക്കെ,
ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആസ്പെക്ട് പറയുന്നത് ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആഡ് റിസോഴ്സസിൽ കാണുന്നില്ലേ? നിങ്ങൾ റിസോഴ്സസിൽ പേജ്, ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം. മൾട്ടിപ്പിൾ പേജസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ രമേശ് സാറ് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കും. വിക്കിപീഡിയ അല്ല, അത് തന്നെയാണ് സാർ, വിക്കിപീഡിയ അല്ല, അതല്ലാതെ ഒരു ബുക്ക് ഉണ്ട്. പിന്നെ അന്ന് കാണിച്ചത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഓരോ അതല്ല സാറേ, പിന്നെ ഞാൻ കാണിക്കാം അത് ഏതാണെന്നുള്ളത്, ബുക്ക് ഏതാണെന്നുള്ളത്. നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതേപോലത്തെ പുസ്തകങ്ങളാണ്. ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ വായിക്കാറില്ലേ? കുറെ ചാപ്റ്റേഴ്സും സബ് ചാപ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ളത്. അതേപോലെയുള്ള ബുക്കുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിനുള്ളിലേക്ക്. അത് ബുക്ക് റിസോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 10 മാർക്സ് ആണ് മാക്സിമം ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊന്ന് ആസ്പെക്ട് 4 ആണ്. ആസ്പെക്ട് 4ല് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ആണ്. ഇസ് ദർ എനി ആക്ടിവിറ്റി ഇൻ ദ കോഴ്സ് പേജ്? മാക്സിമം യു വിൽ ഗെറ്റ് 10 മാർക്ക്. അസൈൻമെന്റ് വേണം, അതിൽ ഒരു അസൈൻമെന്റ് എങ്കിലും നിങ്ങളുടെ കോഴ്സ് പേജിൽ കാണണം. ആൻഡ് ദാറ്റ് അസൈൻമെന്റ് മസ്റ്റ് ബി ഓപ്പൺ ഫോർ സബ്മിഷൻ. ദെൻ യു വിൽ ഗെറ്റ് 3 മാർക്ക്. Okay, then another one it is quiz. അറ്റ്ലീസ്റ്റ് ഒരു ക്വിസ് എങ്കിലും നിങ്ങളുടെ കോഴ്സ് പേജിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. ആൻഡ് 1 മാർക്ക് ഫോർ 1 ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. മാക്സിമം 3 മാർക്സ് ഒരു ക്വിസ് ആക്ടിവിറ്റി നിങ്ങളുടെ കോഴ്സ് പേജിൽ ആഡ് ചെയ്യുന്നതോട് നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ളതാണ്. ദെൻ ചോയ്സ് ആക്ടിവിറ്റി ഉണ്ട്. ചോയ്സ് ആക്ടിവിറ്റി നിങ്ങൾ അതിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ചോദിച്ചിരുന്നു, ഇങ്ങനെ പിന്നെ അസൈൻമെന്റിന് ചോയ്സ് കൊടുക്കാൻ പറ്റുമോ? ചോയ്സ് കൊടുക്കാം നമുക്ക്. അസൈൻമെന്റ് ഏത് അസൈൻമെന്റ് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ ചോയ്സ് ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ദെൻ അനദർ ആക്ടിവിറ്റി ഈസ് ഫീഡ്ബാക്ക് ആക്ടിവിറ്റി. നമ്മൾ പിന്നെ ടീച്ചർ ഫീഡ്ബാക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ അടുത്ത് ഫീഡ്ബാക്ക് മേടിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് മേടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫീഡ്ബാക്ക് ആക്ടിവിറ്റി. നിങ്ങൾ സർവേ ചെയ്തിരുന്നത് അതേപോലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഫീഡ്ബാക്ക് ആക്ടിവിറ്റിയാണ് നമ്മൾ സർവേയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതേപോലുള്ള ഒരു ഫീഡ്ബാക്ക് ആക്ടിവിറ്റി യു ക്യാൻ ക്രിയേറ്റ്. ദെൻ ഇസ് ദർ എനി ഫോറം? സോഷ്യലൈസ് ചെയ്യാനുള്ള ഫോറം, ഡിസ്കഷൻ ഫോറംസ് ആഡ് ചെയ്യാം. ഡിസ്കഷൻ ഫോറംസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്സ്. വിക്കി ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കോഴ്സ് പേജിൽ നിങ്ങൾ കാണുന്ന ഐറ്റംസ് ആണ്. അത് ആഡ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതുമാണ്. വിക്കി. ദെൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റിയും ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസ് യു ക്യാൻ ആഡ് ഇൻ യുവർ കോഴ്സ് പേജ് ആൻഡ് യു വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 10 മാർക്ക് ഇൻ ദിസ് കാറ്റഗറി. 10 മാർക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. ദെൻ നെക്സ്റ്റ് ഈസ് ആസ്പെക്ട് 5. ആസ്പെക്ട് 5ല് നമ്മൾ വെച്ചിരിക്കുന്നത് ഈസ് ദർ എനി സ്പെഷ്യൽ ആക്ടിവിറ്റി ഇൻ ദിസ് കോഴ്സ് പേജ്? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എനി ലൈവ് സെഷൻ ലിങ്ക്, ഫോർ എക്സാമ്പിൾ ബിഗ് ബ്ലൂ ബട്ടൺ ഇന്ന് എനാബിൾ ചെയ്യുള്ളൂ. ബിഗ് ബ്ലൂ ബട്ടൺ. ജിറ്റ്സി ഉണ്ട്. ജിറ്റ്സി ഇപ്പൊ എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജിറ്റ്സിന്റെ മുകളിൽ, കാരണം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഓൺ ജിറ്റ്സി പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണത്. ഞാൻ ഇന്നലെ ശ്രമിച്ചു നോക്കി, അത് വർക്കിംഗ് ആണ്. വളരെ നന്നായിട്ട് നമുക്ക് കുട്ടികൾക്ക് പിന്നെ മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കൂടിയാണ്. നമ്മുടെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ റെക്കോർഡഡ് വേർഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പേജിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. സോ അങ്ങനെ ഒരു ആക്ടിവിറ്റി, ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി യു മേ ട്രൈ. അറ്റൻഡൻസ് മൊഡ്യൂള് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പേജിൽ ആഡ് ചെയ്ത് നോക്കാം. ഇത് സ്പെഷ്യൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നു. ഗ്ലോസറി ക്രിയേറ്റ് ചെയ്യാം. യു മേ ക്രിയേറ്റ് എ ഗ്ലോസറി. ഇറ്റ് വിൽ ഗിവ് എ 5 മാർക്ക്. ലെസൺ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്.
ഹലോ സർ, കേൾക്കുന്നില്ലല്ലോ. ആയിട്ടുള്ള നേരത്തെ ആരോ ഒരാൾ ചോദിച്ചു, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് കണ്ടന്റുകൾ നമുക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ യു മേ ട്രൈ എ ലെസൺ ആക്ടിവിറ്റി. ലെസൺ ആക്ടിവിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വെബ് പേജ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ അസൈൻ എ ആക്ടിവിറ്റി ലൈക്ക് എ ക്വിസ് ആക്ടിവിറ്റി വേണമെങ്കിൽ അവിടെ കൊടുക്കാം. And the student can read only the next page only after completing or only after acquiring a specific grade in that quiz. അത് കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് പോകാൻ കഴിയൂ. നിങ്ങൾ ഒരു ഗെയിമിഫിക്കേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും കുട്ടികൾക്ക് വേണമെങ്കിൽ. ഗെയിം കളിക്കുന്ന സമയത്ത് കാണുന്നില്ലേ, ഒരു ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് അവർക്ക് പോകാൻ കഴിയുള്ളൂ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ലെസണിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം. Then folder, you may insert folder. Then you will get a maximum of 10 marks in this category. അപ്പം ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇന്റർനെറ്റിലും യൂട്യൂബിലും മൂഡിലിന്റെ ഡോക്യുമെന്റേഷൻ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. docs.moodle.org എന്ന് പറഞ്ഞാൽ മതി. അതിലെ എല്ലാ ഡോക്യുമെന്റേഷനും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസിനെ ഒന്നും കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. സാറ് ഈ ഒരു സെക്ഷനില് നമ്മൾ 2 ചെയ്താൽ 10 മാർക്ക് കിട്ടും, 3 ചെയ്താൽ 10 മാർക്കല്ലേ കിട്ടൂ? 3 ചെയ്താലും 10 മാർക്ക് കിട്ടുള്ളൂ. 2 ചെയ്താൽ മതി. അതോ കൂടുതൽ അങ്ങനെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം Moodle ഡോക്യുമെന്റേഷന് docs.moodle.org എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ചിലര് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിക്കുന്നവരുണ്ടാവാം, ചിലര് എന്ത് ചെയ്യുന്നുണ്ടാവാം കുറച്ചുകൂടി സ്കില്ല് അക്വയർ ചെയ്യാൻ പഠിക്കുന്നവരുണ്ടാവും. രണ്ട് തരക്കാരുണ്ടാവും. ഓക്കെ, ഉഴപ്പുന്നവർക്ക് എത്ര മാർക്ക് കിട്ടുന്ന ഏകദേശം ഉറപ്പായി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആസ്പെക്ട് 6. ആസ്പെക്ട് 6 എന്ന് പറയുന്നത് ഓവറോൾ അപ്പിയറൻസ് ഓഫ് ദ കോഴ്സ് ആണ്. അതിന് 10 മാർക്സ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ടോപ്പിക്സ് പെർ വീക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടോപ്പിക്സ് അല്ലെങ്കിൽ വീക്ക്, എത്ര വീക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ വിത്ത് കണ്ടന്റ്സ് 1 മാർക്ക് പെർ ടോപ്പിക് എന്നുള്ളതാണ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 5 മാർക്ക് ഇൻ ദാറ്റ് കാറ്റഗറി. 5 ടോപ്പിക് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മാക്സിമം ഓഫ് 5 മാർക്സ്. അതിൽ കണ്ടന്റ് വേണം, വിത്ത് കണ്ടന്റ് ആണ്. കണ്ടന്റോട് കൂടി 5 ടോപ്പിക് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് പേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മാക്സിമം ഓഫ് 5 മാർക്ക്. സാറേ ഇതിന് ഒരു ഡൗട്ട് സാറേ, അപ്പൊ നമ്മളിത് വീക്ക്ലി ബേസ് ആണ് കൊടുക്കുന്നത്, മൊഡ്യൂൾ ബേസ് ആണ് കൊടുക്കേണ്ടത്, അതോ ടോപ്പിക് ബേസ് ആണ് കൊടുക്കേണ്ടത്? ഏത് ബേസിലാണ് നമ്മൾ ഏത് രീതിയിലും അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ പറഞ്ഞ വീക്ക് എന്ന് പറയുമ്പോൾ ആ വീക്കിനകത്ത് 4 ദിവസം നമ്മൾ ക്ലാസ്സിൽ 4 ടോപ്പിക് അതിനകത്ത് വരുന്നു. കോഴ്സ് ഫോർമാറ്റ് നമുക്ക് വി ക്യാൻ സെറ്റ് കോഴ്സ് ഫോർമാറ്റ് ഇൻ 2 ways. Either you can not 2, more than 2 options are available. Either you can set in topic format or in weekly format or in social format. അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വീക്ക്ലി ഫോർമാറ്റ് സെറ്റ് ചെയ്തവരാണെങ്കിൽ വീക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോപ്പിക് ഫോർമാറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സെക്ഷൻ ഫോർമാറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ സെക്ഷൻ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഈ സെക്ഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് അതിനകത്ത് മൊഡ്യൂൾ ആക്കി കൊടുത്തു. നമ്മൾ സാധാരണ നമ്മുടെ സിലബസിനകത്ത് 5 മൊഡ്യൂളുകളാണ്, 5 മൊഡ്യൂൾ ആക്കി കൊടുത്തു. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ മതിയാവും. അത് ഓരോരുത്തരുടെയും സൗകര്യം പോലെ ചെയ്യാം. 5 മൊഡ്യൂൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ചില ടോപ്പിക് വൈസ് ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. വീക്ക്ലി ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ രീതിയിൽ ഇനി ചിലരൊക്കെ പുസ്തകത്തിന്റെ ചാപ്റ്ററിന്റെ അങ്ങനെ യൂണിറ്റ് വൈസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സബ്സെക്ഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കോഴ്സ് പേജിനെ ഡിസൈൻ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നിങ്ങൾക്കാണുള്ളത്. നെക്സ്റ്റ് ഈസ് അറേഞ്ച്മെന്റ്, അപ്പിയറൻസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് കണ്ടന്റ്സ്. യു വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 5 മാർക്സ്. അപ്പൊ അതിനകത്തുള്ള കണ്ടന്റ് നമ്മൾ നോക്കുന്നുണ്ട്. ഞാനൊരു ബുക്ക് എടുത്തു, ബുക്ക് ഫോം അതിലേക്ക് എടുത്തു, ഒരു ഐക്കൺ ബുക്ക് എടുത്തു. അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നതാണ് കുട്ടികൾക്ക് റെഫറൻസിന് വേണ്ടി ബുക്ക് കൊടുത്തു.
ആ ബുക്കിനകത്ത് ഓരോ പേജിന് ഞാൻ ഓരോ ബുക്കിന്റെ പേര് കൊടുത്തു, അതിന്റെ പിക്ചർ കൊടുത്തു, അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, ആരാ പബ്ലിഷർ, ആരാ ഓതർ, എല്ലാം അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് പേജിലേക്ക് മറ്റൊരു ബുക്ക് എടുക്കുന്നു, അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണോ? ഞാൻ അങ്ങനെ ഒരു സെറ്റിംഗ് നടത്തിയിരിക്കുന്നത് അല്ല, അത് ഒന്ന് അറേഞ്ച് ചെയ്യാം സാറേ. പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നതിനും ഒരു ഔട്ട്കം ഉണ്ടല്ലോ. നമ്മള് പിന്നെ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിലപ്പുറത്ത് ഇത് ചെയ്യുന്നതോട് കൂടി നമ്മൾ അതിനാണ് ഒരു 10 ദിവസം 12 ദിവസം ഒക്കെ നമ്മൾ എടുത്ത് ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് അല്ലെ 3 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വർക്ക്ഷോപ്പ് നടത്തി പ്രോഗ്രാം അങ്ങ് തീർക്കാൻ പറ്റും. ഇതിപ്പം നൗ യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു വർക്ക്. നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് നടത്താനും നിങ്ങൾക്ക് സമയം എടുത്ത് പഠിച്ച് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള, വളരെ ഫ്രീ ആയിട്ട് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ പിന്നെ കണ്ടന്റുകൾ ഇതിൽ ഡെവലപ്പ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിച്ചാൽ പിന്നെ നമുക്ക് ഈ വർഷത്തേക്ക് ഇനി കണ്ടന്റ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള പിന്നെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പിന്നെ എളുപ്പമായിട്ട് തീരും. ആ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഏകദേശം അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അങ്ങനെയും കുഴപ്പമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ യു. ഒരു സംശയമുണ്ട് സാർ. ഇത് നിങ്ങൾ തമിഴ് ഡിപ്പാർട്ട്മെന്റ് ആണ്, തമിഴ് ലാംഗ്വേജ് ചില ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടത് സാറ്? തമിഴ് പിന്നെ സാർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാറില്ലേ? ഞാൻ സാധാ തമിഴ് 19 പറഞ്ഞൊരു ഇതാണ് തമിഴ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വേൾഡ് വൈഡ്, അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇന്ന് കാണിക്കാം. ഇന്ന് കാണിക്കാം. ഓക്കെ യെസ്. ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ഇന്ററാക്ഷൻ ഉള്ള ടൂളുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല, ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. സാർ എവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് വെച്ചിട്ട് ടൈപ്പ് ചെയ്താണോ? അല്ല. അതെ. അത് നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ യെസ്. പറയൂ സാർ. എനിക്ക് തമിഴ് ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലതാണ്, യൂണിക്കോഡിലെ ലതയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അതെ, എല്ലാ ഫോണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ ഭാഷയും സപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാം. റൈറ്റ് നൗ ഇത്രയും ആസ്പെക്റ്റുകളാണ്, 6 ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ആസ്പെക്ട് ഇതിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയതാണ്. നിങ്ങളെ കുട്ടികളെ സ്റ്റുഡന്റ് എൻറോൾമെന്റ് നമ്മൾ തൽക്കാലം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് എൻറോൾമെന്റും ലൈവ് സെഷൻസ് നടത്തിയതിന്റെയും ഒരു തെളിവും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്ന്, അങ്ങനെ ഒരു ക്രൈറ്റീരിയയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡന്റ് എൻറോൾമെന്റ് കംപ്ലീറ്റ് ആവണം, പിന്നെ അതുപോലെ അതിലൊരു ലൈവ് സെഷൻസ് എങ്കിലും കണ്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക്, നിങ്ങൾ അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ആ ഒരു ആസ്പെക്റ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അത് പിന്നെ കുട്ടികളെ കണക്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തൽക്കാലം ഒഴിവാക്കിയതാണ്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സാണ്, അത് വന്നിട്ടില്ലല്ലോ, സ്റ്റുഡൻസ് ഇല്ല. അപ്പം അത് ആദ്യം നമ്മൾ തേർഡ് സെമ്മിന് വേണ്ടി പിന്നെ ചെയ്യാവുന്നതായിരുന്നു. പിന്നീടാണ് OBE-യിലേക്ക് അതാണ് നന്നാവുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. ഈ ആസ്പെക്ട് 7-ലേക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റിയും കൂടെ അതിന്റെ കൂടെ വരുമായിരുന്നു. ഓക്കെ, എനിവേ, സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു വിത്ത് യുവർ അസൈൻമെന്റ് ആക്ടിവിറ്റി. അപ്പൊ അസൈൻമെന്റിൽ ഇല്ല, എൻറോൾമെന്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിക്കും. അപ്പം അസൈൻമെന്റ് 2 ഫേസിലാണ് ഈ ഒരു അസൈൻമെന്റ് നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ് ഫേസ് ഈസ് സബ്മിഷൻ ഫേസ്. നൗ യു ആർ ഇൻ submission phase. Submission phase you have to submit these 2 details only, title and Moodle course page link. Then after that it's okay, everything is okay. നിങ്ങൾ ആകെ അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. Then we will move on to the second phase. Second phase is known as assessment phase, right? In assessment phase you have to assess 5 to 7 different submissions. നിങ്ങൾ 5 മുതൽ 7 വരെ ആൾക്കാരുടെ സബ്മിഷൻസ് അല്ലെങ്കിൽ കോഴ്സ് പേജുകൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഒരു പിയർ ഇവാലുവേഷൻ ആണത്. മറ്റുള്ളവരുടെ കോഴ്സ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ അവിടെ അവരുടെ കോഴ്സ് പേജിൽ
നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ആസ്പെക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ 2 രീതിയിലാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് വരിക. ഞാൻ ഈ കോഴ്സ് പേജിന് ഈ അസൈൻമെന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മാർക്കിംഗ് ക്രൈറ്റീരിയ ഇങ്ങനെയാണ് വരുന്നത്. 60 മാർക്ക് ഫോർ സബ്മിഷൻ. 60 മാർക്ക് ഫോർ സബ്മിഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിന് നിങ്ങളുടെ കോഴ്സ് പേജിൽ കണ്ടന്റുകൾ നിങ്ങൾ ഫില്ല് ചെയ്തു, അതിന് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് 60 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ദെൻ 40 മാർക്ക് ഫോർ യുവർ അസസ്മെന്റ്. നിങ്ങൾ എത്ര മനോഹരമായിട്ട് നിങ്ങൾ അസസ്മെന്റ് നടത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അവിടെ നമ്മൾ അസസ്മെന്റ് ഒരാളുടെ കോഴ്സ് പേജ് 7 പേര്, ഫോർ എക്സാമ്പിൾ 7 പേര് ഒരാളുടെ കോഴ്സ് പേജ് ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 7 പേരും ഒരേ രീതിയിലാണ് അസസ്മെന്റ് നടത്തിയതെങ്കിൽ യു വിൽ ഗെറ്റ് 40 മാർക്സ്. ഒരാളുടെ കോഴ്സ് പേജ് ഇവാലുവേറ്റ് ചെയ്തപ്പം അയാൾക്ക് 10 മാർക്കിന് അർഹതയുള്ളൂ. 7 പേരും 10 മാർക്കിന് മാത്രമേ ആൾക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 40 മാർക്ക്. ഓക്കെ, അയാളുടെ കോഴ്സ് പേജിൽ കണ്ടന്റ് ഒന്നുമില്ല, 0 മാർക്കിനുള്ള കോഴ്സ് പേജ് ആണത് എങ്കിൽ നിങ്ങൾ 0 മാർക്ക് കൊടുത്തു. ഇതേപോലെ ബാക്കിയുള്ള 7 പേരും 0 മാർക്സ് കൊടുത്തു എങ്കിൽ യു വിൽ ഗെറ്റ് 40 മാർക്സ് ഫോർ യുവർ അസസ്മെന്റ്. കാരണം യുവർ അസസ്മെന്റ് ഈസ് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാം. റൈറ്റ്, ഇങ്ങനെയാണ് മാർക്ക് ഇടുന്നത്. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് സബ്മിഷന് 30 മാർക്സ് നിങ്ങൾക്ക് കിട്ടണം. എന്ന് പറഞ്ഞാൽ മിനിമം 30 മാർക്സ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഈ അസൈൻമെന്റ് നിങ്ങൾ പാസ്സാവുള്ളൂ. ദെൻ അസസ്മെന്റിന് മറ്റുള്ളവര് അസസ് ചെയ്തത് കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കാണാൻ പറ്റില്ല. അത് കാണാൻ പാടില്ലല്ലോ. നമ്മൾ പരീക്ഷ പേപ്പർ നോക്കുമ്പോ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, സംശയം ചോദിക്കട്ടെ സാർ, ഈ ഗ്രേഡ് ഫോർ അസസ്മെന്റ് 40 പറഞ്ഞത് നമ്മൾ വേറെ ആളെ ഗ്രേഡ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന മാർക്കാണോ? നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണത്. അല്ലാതെ നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് കിട്ടുന്നതല്ല. നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങൾക്ക് 60 മാർക്കാണ്. നമ്മൾ ചെയ്യുന്ന അസസ്മെന്റിന് നമുക്ക് 40 മാർക്സ് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വർക്ക് ഇനി ആക്ച്വൽ വർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്ത ഫേസിലാണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ അതാണ് സബ്മിഷൻ ഫേസ് അല്ലെ അസസ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങളെ അസസ്മെന്റ് കഴിഞ്ഞു. നിങ്ങളെ അസസ്മെന്റ് 17th ഉള്ളിൽ തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു സംശയം. അതായത് ആരുടെ അസസ്മെന്റ് ആരാണെന്നുള്ള കോഴ്സ് ടീച്ചർ തന്നെ അലോട്ട് ചെയ്യുകയാണോ? അത് ടീച്ചറാണ് അലോട്ട് ചെയ്യുന്നത്, ഞാനാണ് അലോട്ട് ചെയ്യുന്നത്. അത് എനിക്ക് 2-3 രീതിയിൽ അലോട്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എനിക്ക് റാൻഡം അലോക്കേഷൻ നടത്താം. റാൻഡം അലോക്കേഷൻ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അലോക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ അലോക്കേറ്റ് സബ്മിഷൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാൻഡം അലോക്കേഷൻ നടത്താം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അച്യുത് ശങ്കർ സാറിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിനെ ആരൊക്കെയാണ് റിവ്യൂവേഴ്സ് ആയിട്ട് വരേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ റാൻഡം അലോക്കേഷൻ നടത്താം നമുക്ക്. റൈറ്റ്, റാൻഡം അലോക്കേഷൻ മീൻസ് ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും സെലക്ട് ചെയ്യുന്നു, 5 റിവ്യൂസ് പെർ സബ്മിഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് റാൻഡം അലോക്കേഷൻ നടത്താം. അല്ലെങ്കിൽ 10 റിവ്യൂസ് നടത്തണം, ഒരു സബ്മിഷനെ വെച്ച് 10 റിവ്യൂസ് നടത്തണം എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈറ്റ്, ഈ രീതിയിൽ പിന്നെ ഒരാളുടെ പാർട്ടിസിപ്പന്റ് ക്യാൻ അസസ് വിത്തൗട്ട് ഹാവിങ് സബ്മിറ്റഡ്. അപ്പൊ ഞാനിത് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പിയർ ഇവാലുവേഷനിലും അല്ലെങ്കിൽ അസസ്മെന്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ആണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് പേജിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുള്ള ആക്ടിവിറ്റിയാണ് വർക്ക്ഷോപ്പ് എന്നുള്ള ആക്ടിവിറ്റി ആയിട്ട് അവിടെ കാണാം. സോ വൺസ് നിങ്ങളുടെ അസസ്മെന്റ് കഴിഞ്ഞാൽ, നിങ്ങളുടെ പിയർ ഇവാലുവേഷൻ കഴിഞ്ഞു, പിയർ ഇവാലുവേഷൻ കഴിഞ്ഞ ശേഷം then we will move on to third stage. Third stage എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഫേസ് ആണ്. അത് ടീച്ചർ ഇവാലുവേഷൻ ആണ്. അവിടെ നടത്തുന്ന ടീച്ചറാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുടെ പിയർ ഇവാലുവേഷൻ നടത്തിയതിലുള്ള മിസ്മാച്ചുകൾ ടീച്ചർക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന
മാർക്ക്, അതിലുള്ള മിസ്മാച്ചുകൾ, എത്ര വ്യത്യാസമുണ്ട്, ആരാണ് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് മോശമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആ മിസ്മാച്ച് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടീച്ചർക്ക് ഓവർ റൈഡ് ചെയ്യാം. അങ്ങനെ ഓവർ റൈഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിന്റെ ഗ്രേഡിങ് നടത്തും, കാൽക്കുലേറ്റ് ചെയ്യും, ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യും. ടീച്ചർ ഇവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫേസ് ഗ്രേഡിംഗ് ആണ്. അതിനുശേഷം നമ്മൾ വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്ക് പാർട്ടിസിപ്പൻസിന് മാർക്ക് അവരുടെ ഗ്രേഡ് ബുക്കിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ആക്ടിവിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എനിക്കൊന്ന് മൂഡിൽ മാത്രമാണ് പിന്നെ ഇങ്ങനെ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓപ്പൺ എഡക്സിലോ മറ്റോ ഇങ്ങനെ ഒരു പിയർ ഇവാലുവേഷൻ എന്ന് പറയുന്നത് പിന്നെ പലയിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിയർ ഇവാലുവേഷൻ ക്യാൻവാസിലും കണ്ടിട്ടില്ല. ക്യാൻവാസ് എന്ന് പറയുന്ന ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഉണ്ട്, പക്ഷെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിയർ ഇവാലുവേഷൻ മൂഡിലാണ് ഉള്ളത്. അതാണ് മൂഡിന്റെ ഒരു ബ്യൂട്ടിയും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പേജിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്ക്ഷോപ്പ് എന്നാണ്, ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ പറയുന്ന പേര്. ഓക്കെ, യെസ്. അപ്പൊ അത് ചെയ്യാത്ത അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഒരാള് ഇവിടെ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അസൈൻമെന്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒന്ന് കാണിക്കുകയും വേണം. ഓക്കെ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ് സർ. ഡാർവിൻ സാർ. സാറേ, ഇപ്പൊ നമ്മൾ ഒരു കോഴ്സ് പേജ് തുറന്ന് നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 13-ാം തീയതി നാളെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ കോഴ്സ് പേജ് തന്നെ നമുക്ക് ലിങ്ക് ആയിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാമല്ലോ? ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ അത് ലിങ്ക് കൊടുക്കുന്നു, ടോപ്പിക് കൊടുക്കുന്നു, ആ കോഴ്സ് പേജിനാണ് നമ്മൾ നമ്മളുടെ ഇവാലുവേഷൻ തരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് എല്ലാം അതിനകത്ത് വരില്ലേ? വരുമല്ലോ? വരും, റിഫ്ലക്ട് ചെയ്യും, യാതൊരു സംശയമില്ല. ഇവാലുവേഷൻ നടത്തുന്നത് വരെ നിങ്ങൾക്ക് ചേഞ്ചസ് നടത്താം. ഇവാലുവേഷൻ തുടങ്ങിയാലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. പക്ഷെ അങ്ങനെ നടത്തിയാലുള്ള പ്രശ്നം, ഇവാലുവേഷൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? പിയർ ഇവാലുവേഷൻ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവാലുവേഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതിയാണ് അതിന്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാക്സിമം 15-ാം തീയതി. അതുവരെ നമുക്ക് ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാം. ഓ ഡെഫിനറ്റ്ലി, നിങ്ങൾക്ക് മാക്സിമം പിന്നെ കോഴ്സ് പേജിനെ മനോഹരമാക്കി വെക്കാം, എല്ലാ ആക്ടിവിറ്റീസും കൊടുക്കാം. നാളെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് കൊടുക്കുകയും ടോപ്പിക് കൊടുക്കുകയും ചെയ്താൽ മതി അല്ലേ? ഇപ്പൊ കൊടുക്കാം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇതുകൂടി നമുക്ക് ഇന്നത്തെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ട് വീഡിയോ അല്ലേ? റെക്കോർഡഡ് വീഡിയോ ആണ് സാർ. റെക്കോർഡഡ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് ആക്സസിബിൾ ആകുമോ? ഇത് കഴിഞ്ഞ ഉടനെ ആക്സസിബിൾ ആവുന്ന, എനിക്ക് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെയിൽ വരാറില്ലേ, യൂട്യൂബിന്റെ ലിങ്ക് വരാറില്ലേ? ആ ലിങ്ക് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അക്കാദമിക് സ്റ്റാഫ് കോളേജിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ വീഡിയോ ലിങ്ക് കിട്ടുന്ന മുറക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കോഴ്സ് പേജിലേക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് സാറേ ഇന്നത്തെ കൂടി അതിൽ ഇന്ന് നമുക്ക് ഇത് ഇന്നത്തെ നാളെ കിട്ടുള്ളൂ സാർ. നെക്സ്റ്റ് ഡേ ആണ് മെയിൽ. അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഏതെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഇന്ന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ സാറോടൊന്ന് ചോദിച്ചു നോക്കാം, രാജശേഖർ സാറോടൊന്ന് ചോദിച്ചു നോക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെ, അതിൽ പ്രൊവൈഡ് ചെയ്താൽ ഞങ്ങൾക്ക് ഇന്ന് അത് നോക്കാം, ഒന്നുകൂടി നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് സതീഷ് നല്ലൊരു ചോദ്യമാണ്. ഇന്ന് അത് വെച്ച് പഠിക്കാൻ വേണ്ടി അല്ലേ, അത് മാനേജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ, ഞാൻ 15-ാം തീയതി മുതലാണ് അതിലെ അസസ്മെന്റിന്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 15 മുതൽ 17 വരെയാണ്. 2 ദിവസം നിങ്ങൾക്ക് പിയർ ഇവാലുവേഷൻ നടത്താനുള്ള സമയം കിട്ടും. അപ്പം അതിൽ 2.4 വരെയുള്ളത് ഇന്ന് രാത്രി തീർക്കണ്ടേ സർ? അതെ അതെ അതെ, 2.4 വരെ ഇന്ന് എല്ലാം ഇപ്പൊ തന്നെ തീർത്തോളൂ നിങ്ങൾ. 2.5 നിങ്ങൾക്ക് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാം. 2.5 ഒരാള്, നിങ്ങളൊന്ന് ആരെങ്കിലും ഒരു അസൈൻമെന്റ് ഇപ്പൊ ഡ്യൂ ആയിരിക്കുന്ന ഒരാളുണ്ടോ? ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒന്ന് കാണിക്കാൻ പറ്റുമോ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ 2 നിമിഷം മാത്രമുള്ള ഒരു പണിയാണ്. ഓക്കെ, യെസ് സർ. സാർ, ഇതില് ഇപ്പൊ ഇവാലുവേഷൻ ക്രൈറ്റീരിയ പറഞ്ഞു. ഓക്കെ, ഈ ക്രൈറ്റീരിയ ഇതിന് നമ്മുടെ കോഴ്സ് പേജിൽ അവൈലബിൾ ആണോ? ട്രെയിനിങ് കോഴ്സ് പേജിൽ അത് നിങ്ങൾക്ക് ഇവാലുവേഷന്റെ സമയത്ത് വരും. ഇവാലുവേഷന്റെ സമയത്ത് ഈ ക്രൈറ്റീരിയ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെക്ക് ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ അത് കോപ്പി ചെയ്ത് പിന്നെ അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാം. റൂബ്രിക്സ് ആദ്യമേ തരണം എന്നുള്ളത് അല്ലേ? ഓക്കെ, അത് വേണേ തരാം. ഓക്കെ, താങ്ക് യു സാർ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇതൊന്ന് നോക്കോ. ഒരു അസൈൻമെന്റ് സബ്മിഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണേ. ആദ്യം നമ്മൾ അസൈൻമെന്റ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ നമ്മൾ സബ്മിഷൻ ഫേസിലാണ്. ദെൻ സ്ക്രോൾ ഡൗൺ. റൈറ്റ്, ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, സാർ കാണുന്നില്ല ഇവിടെ? സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ സബ്മിഷൻ എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് കാണാം അല്ലെ? നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് മേലെ പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് മേലോട്ട് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്യൂ. ഡാർവിൻ സാർ അത് തുടക്കം മുതൽ ഒന്നുകൂടെ കാണിക്കാമോ? ഡാർവിൻ സാർ മൂഡിൽ ട്രെയിനിങ് കോഴ്സ് പേജിൽ ഒന്ന് വരും. ഓക്കെ, ഏതോ ഒരു മൈക്ക് ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. വേറെ ആരോ? ഓക്കെ, യെസ്, ഓക്കെ സാർ, സ്റ്റാർട്ട് ചെയ്തോളൂ സാർ. സ്ക്രോൾ ഡൗൺ ചെയ്തു. അപ്പം അസൈൻമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ടിക്ക് മാർക്കും വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അസൈൻമെന്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അവിടെ താഴെ അസൈൻമെന്റ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വരുന്നത് സബ്മിഷൻ ഫേസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാം. നമ്മുടെ എന്തൊക്കെ കണ്ടന്റുകളാണ് അവിടെ അസൈൻമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒത്തിരി ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യൂ സാർ, ഇത്തിരി ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഒന്ന് മേലെ. നമ്മൾ 2 ക്രൈറ്റീരിയ ആണ് അവിടെ പറയുന്നത്. ഒന്ന് നിങ്ങളുടെ ടൈറ്റിൽ, സബ്മിറ്റ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. വൺ ടൈറ്റിൽ, യുവർ കോഴ്സ് നെയിം. സെക്കൻഡ് വൺ, മൂഡിൽ കോഴ്സ് ലിങ്ക് എന്താണോ അത്. അപ്പൊ മൂഡിൽ കോഴ്സ് ലിങ്കും അതേപോലെ നിങ്ങളുടെ കോഴ്സിന്റെ നെയിമുമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നൗ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ സബ്മിഷൻ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ബട്ടൺ, സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ സബ്മിഷൻ. ഓക്കെ, നൗ മൈ സബ്മിഷൻ എന്ന് പറഞ്ഞ് വരുന്ന കാണാം. അതിനുശേഷം താഴത്തേക്ക് ആ ബോക്സ് കാണാം, അവിടെ സബ്മിഷനുള്ള ബോക്സ് കാണാം. സ്ക്രോൾ ഡൗൺ ചെയ്തോളൂ. അവിടെ കാണില്ലേ ടൈറ്റിൽ? അവിടെ നിങ്ങളുടെ കോഴ്സിന്റെ ടൈറ്റിൽ എന്താണോ അത് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണോ അത്. ഓക്കെ, ഇനി ഒരു മിനിറ്റ് നിൽക്കണേ. ഇനി ആ കോഴ്സിന്റെ ഫ്രണ്ട് പേജിൽ ഒന്ന് വന്നില്ലേ? ഓക്കെ, ഇനി ആ കോഴ്സ് പേജിന്റെ ഫ്രണ്ടില് സാറേ ആ കോഴ്സിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അവിടെ കോഴ്സ് പേജിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അവിടെ മൈ കോഴ്സസ് ആ UNCC ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ കോഴ്സ് പേജിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ അഡ്രസ് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അഡ്രസ് ബാറിന്ന് അത് കോപ്പി ചെയ്യുക. ലിങ്ക് അഡ്രസ് ബാർ ഏറ്റവും ടോപ്പിൽ അഡ്രസ് ബാർ, ആ ലിങ്ക് അങ്ങ് കോപ്പി ചെയ്യുക. 3 ക്ലിക്ക് ഒരുമിച്ച് ചെയ്താൽ മതി. ക്ലിക്ക്. ഓക്കെ, നൗ കോപ്പി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C. ഓക്കെ, അത് കോപ്പി ചെയ്യുന്നു. അവിടെ ഉള്ളത് കോപ്പി ചെയ്യുന്നു. ദെൻ ഗോ ടു മൂഡിൽ ട്രെയിനിങ് കോഴ്സ് പേജിന്റെ ഉള്ളിൽ വരുന്നു. സബ്മിഷൻ കണ്ടന്റ് എന്ന് പറയുന്നിടത്ത് ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സേവ് ചേഞ്ചസ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നൗ യു ഹാവ് സബ്മിറ്റഡ് യുവർ അസൈൻമെന്റ്. ഇത്രമേ പണിയുള്ളൂ. സബ്മിഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഡാർവിൻ സാർ ഒന്ന് അവിടെ താഴെ നോക്കിയേ. നിങ്ങളുടെ കോഴ്സ് പേജിന്റെ പേരും അതേപോലെ സബ്മിഷൻ എന്ന് പറഞ്ഞ് അവിടെ കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്തു, അതോടുകൂടി പണി കഴിഞ്ഞു.
ഓക്കെ, ഇനി സാർ ഒന്ന് ബാക്ക് വന്നു നോക്കൂ. മോഡിൽ ട്രെയിനിങ് കോഴ്സ് പേജിലേക്ക് ഒന്ന് തിരിച്ചു വരൂ. ഓക്കെ, മോഡിൽ ട്രെയിനിങ് കോഴ്സ് പേജിലേക്ക് മേലെ. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കൂ. അവിടെ ടിക്ക് മാർക്ക് വന്നോ നോക്കൂ. ടിക്ക് മാർക്ക് വരില്ല. ടിക്ക് മാർക്ക് വരണമെങ്കിൽ നമ്മുടെ ഇവാലുവേഷനും കൂടെ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ടിക്ക് മാർക്ക് അവൈലബിൾ ആവുള്ളൂ. കണ്ടില്ലേ? ടിക്ക് മാർക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളാ ഇനി ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കൂ സാർ. വെറുതെ അസൈൻമെന്റിൽ നേരത്തെ സബ്മിറ്റ് ചെയ്ത അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കൂ. സാറിന്റെ സബ്മിഷൻ അവിടെ ഉണ്ട്. ഇനി ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. റൈറ്റ്? ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങളുടെ സബ്മിഷൻ അവിടെ ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ എഡിറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നോ എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്ത് വീണ്ടും അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ എഡിറ്റ് അപ് ടു 13th ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എഡിറ്റ് ചെയ്യാം. സാർ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടെന്നല്ലേ സാറേ പറഞ്ഞത്? നമ്മൾ അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ആകുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഇവിടെ ഇതിനകത്ത് കയറി ഒന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ കോഴ്സ് പേജ് ലിങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലിങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ URL എടുത്ത് ലിങ്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അതായത് സാർ ഇപ്പം പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് പകരം URL എടുത്ത് ലിങ്ക് കൊടുത്താലും ഇതേപോലെ തന്നെയാണല്ലോ വരുന്നത്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കൂ സാർ. ഒന്ന് അത് തന്നെ ഡാർവിൻ സാർ, അത് തന്നെ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കൂ, എഡിറ്റ് ചെയ്തിട്ട്. അങ്ങനെയും ചെയ്ത് നോക്കാം. താഴെ ഉണ്ടല്ലേ? ഇതില് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനൊരു URL ആക്കി മാറ്റി കൊടുക്കാം നമുക്ക്. ഓൾറെഡി URL ആയിട്ടുണ്ട് അവിടെ. അവിടെ കാണില്ലേ നിങ്ങൾ? ലിങ്കിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ സാർ. ലിങ്ക് ബട്ടൺ കാണുന്നില്ലേ? ആഡ് ഓർ ഇൻസേർട്ട് ലിങ്ക് എന്ന് പറയുന്നില്ലേ? ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തേ. അവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഉണ്ടാവും, കോപ്പിയുടെ ആയിരിക്കും. പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യാം വേണമെങ്കിൽ. എന്നിട്ട് ക്രിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം സേവ് ചേഞ്ചസ് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം. അങ്ങനെയുണ്ടെങ്കിൽ നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു വിൻഡോയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്തു വരുന്നത്. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ സാർ, സേവ് ചേഞ്ചസ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ എല്ലാവരും ഒന്ന് അസൈൻമെന്റ് ഒന്ന് സബ്മിറ്റ് ചെയ്തേ. അത് പരമാവധി ഇന്ന് തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നാളെ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളത്തോടു കൂടി ആ സംശയങ്ങൾ നിങ്ങൾ തീർക്കുകയും വേണം. ഓക്കെ, നാളെ നമുക്ക് 270 സബ്മിഷൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും കോഴ്സ് പേജിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഡാർവിൻ സാർ ഒന്ന് പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മൾ ഈ ലിങ്ക് കൊടുക്കുന്നത് മൂഡിൽ ട്രെയിനിങ്ങിന്റെ ലിങ്ക് ആണ്. നമ്മൾ പക്ഷെ കോഴ്സ് നെയിം അവിടെ കൊടുക്കുന്നത് നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത്. തെറ്റിപ്പോയി ടീച്ചറെ. ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ലിങ്ക് കൊടുക്കുന്നത് ടീച്ചറുടെ കോഴ്സ് പേജിന്റെ ലിങ്ക് ആണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. മൂഡിൽ ട്രെയിനിങ്ങിന്റെ ലിങ്ക് ആർക്കും ആവശ്യമില്ല. നിങ്ങളുടെ കോഴ്സ് പേജിന്റെ ലിങ്ക് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഇവിടെ ഈ ലിങ്കിൽ ആ മൂഡിൽ കണ്ടതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഓക്കെ, നമ്മുടെ കോഴ്സ് പേജ് ഏതാണോ ആ കോഴ്സ് പേജിന്റെ ലിങ്ക് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അഷ്കർ സർ, അങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ സബ്മിറ്റ് ചെയ്തു, പക്ഷേ പിന്നെ ടിക്ക് മാർക്ക് വന്നിട്ടില്ല. ടിക്ക് മാർക്ക് വരില്ല. അത് ഞാൻ കുറെ നേരമായി പറയുന്നു. ടിക്ക് മാർക്ക് വരില്ല. ടിക്ക് മാർക്ക് വരുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ടിക്ക് മാർക്ക് വരുന്നത് ആ അസസ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ ടിക്ക് മാർക്ക് വരികയുള്ളൂ. ഓക്കെ, യെസ്. ഒരു ഡൗട്ട് ഉണ്ട്.
എന്റെ കോഴ്സ് പേജില് ജനറൽ എന്ന പാർട്ടില് ഫസ്റ്റ് പാർട്ടിലെ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ ഞാൻ എങ്ങനെയോ ആ ബോക്സ് ഡിലീറ്റ് ആയി പോയി. ഞാൻ അപ്പൊ അന്നേരം എന്തോ ചെയ്യണം? ഞാൻ വേറെ കോഴ്സ് പേജിലോട്ട് പോകണമോ? ഇതിൽ തന്നെ ചെയ്താൽ മതിയോ? അനൗൺസ്മെന്റ് കോഴ്സ് പേജ് ബ്ലോക്ക് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സസിൽ നമുക്ക് ഒരു അനൗൺസ്മെന്റ് വീണ്ടും അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. മറ്റൊരു സംശയം കൂടെ ഉണ്ട്. ഞാൻ സാറിനോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എബൌട്ട് ദിസ് കോഴ്സ് എന്നുള്ളിടത്ത് ഞാൻ എല്ലാം നോക്കി കഴിഞ്ഞിട്ടും ആ ഒരു ടിക്ക് മാർക്ക് ഇതുവരെയും വന്നിട്ടില്ല. അതെന്തായിരിക്കും? അത് ടീച്ചർ ആ കോഴ്സ് എല്ലാ പേജിലൂടെയും പോകണമെന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു. ഞാൻ എല്ലാ പേജിലൂടെയും പോയി. ടീച്ചർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഡാർവിൻ സാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? ഹലോ സാർ. സാർ എനിക്കൊരു സംശയമുണ്ടേ. ഞാൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോ 2 കോഴ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഹൈഡൻ ചെയ്തു. ഒരു മിനിറ്റ്. ഡാർവിൻ സാർ ഒന്ന് പിന്നെ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യോ? സ്റ്റോപ്പ് ചെയ്താണ്. സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞ് ചെയ്താണ്. ഓക്കെ, യെസ്. സോഹറ ടീച്ചറെ ചെയ്തോളൂ. ടീച്ചർ പറയാം. എഫ് സി മാം പറഞ്ഞോളൂ. സാറേ എനിക്ക് അതായത് ഞാൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം അറിയാത്തത് കൊണ്ട് 2 ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഹൈഡൻ ചെയ്തു, ഒന്ന് ഡിലീറ്റ് ചെയ്തു. അതിപ്പോ എന്റെ കോഴ്സ് ഹൈഡനിലാണോ ഇരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് സാർ. അപ്പൊ അതെങ്ങനെയാ? അത് എഡിറ്റ് സെറ്റിംഗ്സിൽ പോവുക, കോഴ്സ് വിസിബിലിറ്റി ഷോ ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ. നമുക്ക് റിമൂവ് ചെയ്യാമല്ലോ. ഏതാണ്? 2 കോഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യുന്നത് പിന്നെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ സിസ്റ്റം അഡ്മിൻ ആണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 2 കോഴ്സ് നമ്മൾ അതിൽ ഒരു കോഴ്സിൽ ഒന്നും ചെയ്യാതെ അവിടെ കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വേണം റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിക്വസ്റ്റ് അയച്ചാൽ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതിന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് ചെയ്യുന്ന പരിപാടി ഇപ്പം വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് അത് മാനേജ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ അത് വെറുതെ സിസ്റ്റം അഡ്മിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ ചോദിച്ചത് നമ്മളിപ്പം ഈ കോഴ്സിന്റെ ഇടയ്ക്ക് ഞാൻ 2 കോഴ്സ് ക്രിയേറ്റ് ചെയ്തു, ഒരെണ്ണം പറഞ്ഞു. അപ്പൊ അതിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തൂടെ? ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ വിട്ടാൽ മതി ടീച്ചറെ. അങ്ങനെയാണ് ഞാനിപ്പോ ഡിലീറ്റ് ചെയ്തുതരാം. ഇനി അതല്ലെങ്കിൽ ടീച്ചർക്ക് ആ പേര് മാറ്റി വേറൊരു പേരിൽ ഒരു കോഴ്സ് ആക്കി കൊടുക്കുക. നിങ്ങൾ അസസ്മെന്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, നന്നായിട്ട് കണ്ടന്റ് ഉള്ള ഒരു കോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഹലോ സാർ. ഇതിന്റെ ഗ്രേഡ് ബുക്കിന്റെ സെറ്റിംഗ്സ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രേഡ് ബുക്കിന് 50% വെയിറ്റേജ് നമ്മൾ ഈ അസൈൻമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടോട്ടൽ സ്കോർ 300-ലാണ് നമ്മൾ ഈ കോഴ്സിന്റെ FDPയുടെ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ 150 മാർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു അസൈൻമെന്റ് മീൻസ് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സ് പേജ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഈ കോഴ്സ് പാസ്സായി എന്നുള്ളതാണ്. അസൈൻമെന്റിനും അതേപോലെ ക്വിസിന് 35% വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റൻഡൻസിന് 15% ആണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അനിൽ സാർ പറഞ്ഞു. ഹലോ സാർ. ഒരു ഡൗട്ട്. ട്രെയിനിങ് പേജിലേ നമുക്കൊരു പ്രോഗ്രസ് ബാർ കാണുന്നുണ്ടല്ലോ, ഈ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ടൈറ്റിലിന്റെ താഴെയായിട്ട്. അതെങ്ങനെയാണ് നമുക്ക് അത് കൊണ്ടുവരുന്നത് സാർ? അത് നമ്മൾ ലാസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ ഹൗ ടു പ്രോഗ്രഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ. നിങ്ങളുടെ കോഴ്സ് പേജിൽ അത് വരുന്നില്ല? ഇല്ല, നമ്മൾ വരുന്നില്ല. ഓക്കെ, 0% വരുന്നില്ല. ആ കോഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ അല്ലേ? എഡിറ്റ് ചെയ്യാം. കോഴ്സിൽ എഡിറ്റിംഗ്സ് വരുത്താം. അതും നിങ്ങളുടെ അസൈൻമെന്റ് യാതൊരു ബന്ധമൊന്നുമില്ല. അസൈൻമെന്റിൽ നിങ്ങളുടെ കോഴ്സിന്റെ ലിങ്ക് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കോഴ്സ് പേജിനുള്ളിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റിംഗ്സ് വരുത്താം. ഹലോ സാർ. അതിന് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എൻ്റയർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം വിൻഡോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഷെയർ ചെയ്യുക. വിൻഡോയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഷെയർ ബട്ടൺ എനേബിൾ ആവും.
പക്ഷെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഷെയർ ചെയ്യുന്നുണ്ട്. ഹലോ സർ. ഹലോ സർ. വന്നിട്ടില്ല അത്. വരുന്നുണ്ട്. ഓക്കെ. ഇനി സംശയം ചോദിച്ചോളൂ. ഹലോ ഹലോ സർ. സാർ. ഹലോ. ബിനു സാർ പറഞ്ഞോളൂ. ഹലോ സാർ. സാറേ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് സെക്കൻഡ് സെമ്മിലെ ഒരു കോഴ്സായിരുന്നു. അപ്പൊ ഫസ്റ്റ് സെമ്മിലെ കോഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലേ? ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ OBE-ക്ക് വേണ്ടിയുള്ള കോഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു OBE പാറ്റേണിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഈ കൂടുതൽ മെറ്റീരിയൽ കൂടുതൽ എന്റെ അവൈലബിൾ ആയ ഒരു കോഴ്സാണ് ഞാൻ ചെയ്തത്. നിങ്ങളുടെ കോഴ്സിലുള്ള കണ്ടന്റിന്റെ ക്വാളിറ്റിയെ ആരും അസസ് ചെയ്യാൻ ആളല്ലല്ലോ. അതിന്റെ ക്വാണ്ടിറ്റിയെ മാത്രമേ ഞങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടന്റിന്റെ ക്വാളിറ്റിയും അതിന്റെ പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെയായിരിക്കും. ആ സബ്ജക്റ്റിലെ എക്സ്പേർട്സ് ആണ് ഏറ്റവും നന്നാവുക. അതൊരിക്കലും അല്ല മറ്റുള്ളവരല്ല. ഓക്കെ ടീച്ചറെ, ജനറൽ എന്നുള്ളതിന്റെ താഴെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ ആ മൊഡ്യൂളിൽ ഒരു ചേഞ്ച് വന്നപ്പോഴേക്കും അനൗൺസ്മെന്റ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ശരിക്കും അവിടെ വേറൊരു സാധനം എങ്ങനെയോ കടന്നു വന്നു. അതായത് ആ ഡൗട്ട് ചോദിക്കുന്നിടത്ത് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തത് എങ്ങനെയോ ഇതിനകത്ത് കണ്ടു. അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ആ കംപ്ലീറ്റ് ആകുന്നത് ഡിലീറ്റ് ആയിപ്പോയി. ഇത് ടീച്ചറുടെ സ്വന്തം കോഴ്സ് പേജ് ആണ്. അപ്പൊ ഇതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗിയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്യാം. ടീച്ചർ ഒന്ന് വേണമെങ്കിൽ സൂം ചെയ്തോളൂ. സൂം ചെയ്യാൻ ഒന്ന് കൺട്രോൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്താൽ മതി. അപ്പൊ സൂം ചെയ്ത് കൂടാം. ഓക്കെ. ഇനി ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സിൽ ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് അവിടെ ഫോറം എന്ന് പറഞ്ഞു കാണാം. അങ്ങനെ അനൗൺസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഒന്ന് ആഡ് ചെയ്താൽ മതി. ക്ലിക്ക് ആഡ്. ഓക്കെ. അതിനൊരു പേര് കൊടുത്തോളൂ. അനൗൺസ്മെന്റ് എന്ന് പേര് കൊടുത്തോളൂ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പേജിൽ നേരത്തെ നമ്മൾ ഡിസ്കഷൻ ഫോറംസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഫോറം ടൈപ്പ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ മേലെ, ഫോറം ടൈപ്പ് മേലെ ഫോറം ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് അവിടെ കാണാം. ഫോറം ടൈപ്പ് അതിന്റെ താഴെ ഫോറം ടൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇവിടെ ആരോ ഇല്ലേ, നേരെ കാണുന്ന ആര്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തോളൂ. കണ്ടില്ലേ, ഒന്ന് ഡിഫറെന്റ് ടൈപ്പ് അവിടെ കാണാം. കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് ഫോറം, സിംഗിൾ സിമ്പിൾ ഡിസ്കഷൻ ആക്കാം, അങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ഫോറം ഉണ്ടാക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ഏതാണ് ആവശ്യമുള്ളത് അത് ടീച്ചർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോറം ആണെങ്കിൽ നിങ്ങൾ ഇപ്പം പിന്നെ നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തിയതൊക്കെ അതേ രീതിയിലുള്ള ഒരു ഫോറമാണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡിസ്കഷൻ ഫോറം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോറം ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ബ്ലോഗ് ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. അങ്ങനെ ഏത് ഉണ്ട്. ഇത് ഈച്ച് പേഴ്സൺ ക്യാൻ പോസ്റ്റ് വൺ ഡിസ്കഷൻ എന്നുള്ളതാക്കാം. സ്റ്റാൻഡേർഡ് ഫോറം ഡിസ്പ്ലേഡ് ബ്ലോഗ് ലൈക്ക് ഫോർമാറ്റ് എന്ന് കാണുന്നില്ലേ, ലാസ്റ്റ് ബട്ട് വൺ. യെസ്, അത് ബ്ലോഗ് ലൈക്ക് ഫോർമാറ്റ് ആണ്. അപ്പൊ ബ്ലോഗ് പോസ്റ്റിംഗ് പോലെ കുട്ടികൾക്ക് അങ്ങനെ റിഫ്ലക്ഷൻസിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് കുട്ടികളുടെ റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടണം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ബ്ലോഗ് പോലെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഡിസ്കഷൻ ഫോറം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. യെസ്, ആഡ് ചെയ്തോളൂ. ഓക്കെ. ഹലോ സർ. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ ടീച്ചർ. സർ, ഞാൻ കോഴ്സ് പേജിൽ 2 കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഏത് കോഴ്സ് കോഡാണോ കൊടുക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്താൽ പോരെ? അത് ടീച്ചർക്ക് തീരുമാനിക്കാം. ഏത് കോഴ്സാണ് ഇവാലുവേഷന് വിധേയമാക്കേണ്ടത് ടീച്ചർക്ക് തീരുമാനിക്കാം. അതെ, അപ്പൊ ലിങ്ക് കൊടുക്കുമ്പോൾ 2 കോഴ്സ് അതിനകത്ത് കാണുമല്ലോ. 2 സെമസ്റ്ററിലെ 2 കോഴ്സാണ് കൊടുത്തേക്കുന്നത്. 2 കോഴ്സിനെ നിങ്ങൾക്ക് ഇവാലുവേഷൻ 2 കോഴ്സിന് ഇവാലുവേഷന് വിധേയമാക്കരുത്. ഒന്നിനെ മാത്രം ഇവാലുവേഷന് വിധേയമാക്കുക.
അതെ, അപ്പൊ രണ്ടിനും രണ്ട് വെബ് പേജ് അഡ്രസ് ആയിരിക്കും, ലിങ്ക് അഡ്രസ് ആയിരിക്കും, അതോ രണ്ടിനും രണ്ട് വെബ് പേജ് അഡ്രസ് ആയിരിക്കും. അപ്പൊ അത് ഏതാണ് ടീച്ചർ പേസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് പേസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇനി ഡിസ്കഷൻ ലാസ്റ്റിലേക്ക് മാറ്റാം. ഇനി എനിക്ക് കുറച്ചുകൂടെ ടൂൾസ് കുറച്ച് പരിചയപ്പെടുത്താനുണ്ട്. ഇനി അതിലേക്ക് വരാം. ഓക്കെ, ഇനി എൻ്റർലി ഡിഫറെന്റ് ഫ്രം മൂഡിൽ നമുക്ക് കുറച്ച് നിങ്ങളുടെ നേരത്തെ തമിഴ് ടൈപ്പിംഗ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേത് ലാംഗ്വേജിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 ടൂൾസ് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഒരു അസസ്മെന്റിന് വേണ്ടിയുള്ള മറ്റൊരു ടൂളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഓൺ. ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജ് ടൈപ്പിംഗ്, ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ള ടൈപ്പിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ അത് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഉണ്ട്. ഒന്ന്, ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തെ മെത്തേഡ്, നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഗൂഗിളിന്റെ Gboard ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ്, ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഫെമിലർ ആയിരിക്കും അത്. എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ. ഗൂഗിൾ ഡോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത്, മൊബൈലാണെങ്കിൽ മൊബൈലിൽ എവിടെയാണ് ഇരുന്നും docs.new എന്ന് ടൈപ്പ് ചെയ്താൽ മതി. docs.new എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു വരും. ജസ്റ്റ് ഒരു ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്തു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം docs.google ഓപ്പൺ ചെയ്തു. അപ്പൊ ഇതാണ് എൻ്റെ ഇന്റർഫേസ്. നിങ്ങൾക്ക് കാണാം, ഇന്റർഫേസ് ഇവിടെ കാണാം. ഇതിനുള്ളിൽ ഗൂഗിൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു ടൂളാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. കാരണം ഇത്രയും കൊളാബറേറ്റീവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് ഞാനൊരു രസത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഫോർ LMS ട്രെയിനിങ്, റൈറ്റ്? ഞാനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഫോർ LMS ട്രെയിനിങ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനാണ് ഈ ഡോക്യുമെന്റിന്റെ ഓണർ. ഞാൻ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഡോക്യുമെന്റിന്റെ മുകളിൽ ഇവിടെ ഷെയർ ബട്ടൺ കാണാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം തൊട്ട് താഴെ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് പീപ്പിളുമായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ചേഞ്ച് ടു എനിവൺ ടു ദ ലിങ്ക് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാണ്. ആ ലിങ്ക് കിട്ടുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. വൺ, he can view the file. Second is he can comment the file. Or third, he can edit the file. Say for example, ഞാൻ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനാണ് ഞാൻ പെർമിഷൻ തരുന്നത്. ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്തു, ഡൺ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ലിങ്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ലൈവായിട്ട് ഇവിടെ കാണാം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. പ്ലീസ് ടൈപ്പ് ഹിയർ. ഓക്കെ, അതാ ഓരോരുത്തർ വന്ന് ലിങ്കിലേക്ക് ടൈപ്പ് ചെയ്യാൻ തുടങ്ങാൻ. ആദ്യം നിങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഡോക്യുമെന്റ് ആകെ കൂടി കുളമാവും. ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, കുട്ടികളെ കൊണ്ട് നോട്ട്, അസൈൻമെന്റുകൾ ഇതൊക്കെ വേണമെങ്കിൽ ഇതേ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ആരൊക്കെയോ ഡെലീറ്റ് ചെയ്യുന്നവരുണ്ട്. ആരാണ് ഡെലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ഞാൻ ഈ ഷെയറിംഗ് തൽക്കാലം ഓഫ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ വ്യൂ ചെയ്താൽ മതിയാവും. ഡോക്യുമെന്റ് ഞാൻ ലോക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ.
ഇനി ഞാൻ ഈ ഡോക്യുമെന്റിൽ ആരൊക്കെ എന്തൊക്കെ എഡിറ്റിംഗ്സ് വരുത്തി എന്നുള്ളതും അതും നമുക്ക് മോണിറ്റർ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് എഡിറ്റ് വാസ് സെക്കൻഡ്സ് എഗോ എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരാം. എൻ്റെ ഡോക്യുമെന്റിന്റെ ഫസ്റ്റ് ടൈമിൽ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നത് ബ്ലാങ്ക് ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുശേഷം ഓരോരുത്തരും ഇതിന്റെ മുകളിൽ എന്ത് ചെയ്തു വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു മിനിറ്റ് ഒന്നുകൂടി. ഈ ഡോക്യുമെന്റിന്റെ മുകളിൽ ഓൾ അനോണിമസ് യൂസേഴ്സിന്റെ വർക്കാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ വർക്ക് ചെയ്തു. യെസ്, ഓരോ എഡിറ്റിംഗ്സും ഓരോരുത്തർ നടത്തിയ എഡിറ്റിംഗ്സിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിവേ ഇതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്യുമെന്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാം, ഇപ്പം ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കാം. ഇങ്ങനെ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കുട്ടികളായിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് കുട്ടികളോട് പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യണം, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരണം. അപ്പോൾ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയാം നിങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യും, വിക്കിയിൽ വർക്ക് ചെയ്യുന്ന പോലെ, റൈറ്റ്? അപ്പം എല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡോക്യുമെന്റ് വർക്ക് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഇനി കുട്ടികളോട് പറയാം നിങ്ങളൊരു ഡോക്യുമെന്റ് അവർ ഷെയർ ചെയ്യുന്നു, അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് കമന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണില്ലേ, ഞാനിപ്പം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് മോഡ് എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇവിടെ സജസ്റ്റിംഗ് മോഡിലേക്ക് എനിക്ക് മാറ്റി വെക്കാം. സജസ്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് നമുക്കിവിടെ പറയാം, ഓരോന്നിനും സജഷൻസ് പറയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ എഡിറ്റ് മോഡ് ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് സജഷൻ മോഡിലേക്കാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഫയലിനെ ഞാൻ തരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഈ ഷെയർ ഓപ്ഷൻ ഒന്നും കൂടെ ഞാൻ മാറ്റുകയാണ്. എഡിറ്റ് മോഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡോക്സിനെ ഞാൻ തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഗൂഗിൾ ഡോക്സിൽ വർക്ക് ചെയ്യാം. ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കൂ, ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കൂ. ഇനി ഓക്കെ, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സജഷൻ മോഡിലാണ്. ഓക്കെ, ഇവിടെ കാണുന്നില്ലേ ഈ ഐക്കൺ ഇവിടെ മാറിയിട്ട് പെൻ ഐക്കൺ മാറി സജസ്റ്റിംഗ് മോഡിലേക്കാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ പറയാണ്, ഞാനിത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഡിലീറ്റ് ആവില്ല, ജസ്റ്റ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് അവിടെ എൻ്റെ ഒരു സജഷൻ ആയിട്ട് മാത്രം ഇവിടെ എഴുതി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് അവിടെ വന്നിട്ടുണ്ടാവും, അത് വേണമെങ്കിൽ ഡിലീറ്റ്, മേ ബി യു ക്യാൻ ഡിലീറ്റ് ദിസ് തിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് അതേപോലെ കമന്റ് ചെയ്യാൻ കൊടുക്കാം, വ്യൂ ചെയ്യാൻ കൊടുക്കാം. ഇവിടെയുള്ള പിന്നെ കമന്റ് ചെയ്ത് കാര്യങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൗസ് ബട്ടൺ വെച്ചുകൊണ്ട് കമന്റ് ചെയ്യാം. യെസ്, നെക്സ്റ്റ്. തൽക്കാലം ഈ ഡോക്യുമെന്റ് ഞാൻ വീണ്ടും നിങ്ങളുടെ വ്യൂ മോഡിൽ തന്നെ ഞാൻ തിരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ഡോക്യുമെന്റ് മുഴുവനായിട്ട് ഞാൻ തൽക്കാലം അങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, സജസ്റ്റിംഗ് മോഡ് മാറ്റി ഞാൻ എഡിറ്റിംഗ് മോഡിലേക്ക് തന്നെ മാറി. അതിനുശേഷം ഞാനിതിനെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡോക്യുമെന്റ് കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഇവിടെ ഗൂഗിൾ ഡോക്സിൽ ഈ റൈറ്റ് സൈഡിൽ ആരും കാണാതെ പോകുന്ന ഒരു ബട്ടൺ ഉണ്ട്, എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഇവിടെ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇവിടെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി എന്ന് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. സെർച്ചിങ് ഇവിടെ തന്നെ നടക്കും. കേരള യൂണിവേഴ്സിറ്റി അവിടെ സെർച്ച് ചെയ്തു. അപ്പം വെബ് സെർച്ചിങ് ഇത് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു സൈറ്റേഷൻ വേണമെങ്കിൽ ഒരു ഫുഡ് നോട്ടായിട്ട് വേണമെങ്കിൽ ഇവിടെ സൈറ്റ് ചെയ്യാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് നോട്ടായിട്ട് അവിടെ കാര്യങ്ങൾ വരുന്നുണ്ടാവും.
ദെൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജസ് എടുക്കാം. ഈ ഇമേജുകളൊക്കെ കോപ്പി ലെഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അപ്ലോഡ് ചെയ്ത സമയത്ത് അതിന് കോപ്പി റൈറ്റ് ഇല്ലല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പെർമിഷനോട് കൂടി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജുകളായിരിക്കും. ഓക്കെ, ഈ ഇമേജ് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡോക്യുമെന്റിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാം. നിങ്ങൾ വെറുതെ അത് ഡൗൺലോഡ് ചെയ്തു ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഇമേജിനെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഈ ഇമേജിനെ ഇവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെ ധാരാളം ഫെസിലിറ്റീസ് ഗൂഗിൾ ഡ്രൈവിനുള്ളിലുണ്ട്. അതൊന്ന് മനസ്സിലാക്കാം. മറ്റൊരു ഫീച്ചർ ഗൂഗിൾ ഡ്രൈവിലുള്ളത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. മറ്റൊരു ഫീച്ചർ ഉള്ളത്, നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിനെ മറ്റൊരു ഗൂഗിൾ ഡ്രൈവിലുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ വോയിസ് ടൈപ്പിംഗ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വോയിസ് ടൈപ്പിംഗ് ഫെസിലിറ്റി ഉള്ളത് ടൂൾസിനുള്ളിലാണ്. ഗൂഗിൾ ഡ്രൈവിന് ഗൂഗിൾ ഡോക്യുമെന്റിനുള്ളിൽ ടൂൾസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. then you can see voice typing. So just click on voice typing. Okay, then you can select your own language. ഏത് ലാംഗ്വേജ് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആവശ്യമുള്ളത് ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ബട്ടന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ മൈക്കിന് പെർമിഷൻ കൊടുക്കുന്നു, അലോ ചെയ്യുന്നു. ഞാൻ സംസാരിക്കുകയാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇത് വളരെ മനോഹരമായി എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. റൈറ്റ്, ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി തമിഴിൽ ടൈപ്പ് ചെയ്യണം. തമിഴ് ടൈപ്പ് ചെയ്യണമെങ്കിൽ തമിഴ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ടീച്ചറെ തമിഴ് ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് സംസാരിച്ച് ടൈപ്പ് ചെയ്തോളൂ. ഇനി ഹിന്ദി ആവശ്യമുണ്ട്. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹിന്ദി ഹമാരി രാഷ്ട്ര ഭാഷ ഹേ. ഓക്കെ, ഓക്കെ. അങ്ങനെ ഏത് ലാംഗ്വേജും, സ്പാനിഷ് ആണെങ്കിൽ സ്പാനിഷ്, ഫ്രഞ്ച് ആണെങ്കിൽ ഫ്രഞ്ച്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ലോകത്തിലുള്ള ഒട്ടുമിക്ക ലാംഗ്വേജുകളും ഇതിനുള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ടൈപ്പിംഗ് എന്ന് പറയുന്നത് തീരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ഫീച്ചറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെട്ട് നോക്കുക. റൈറ്റ്, അപ്പം ടൈപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇതിലപ്പുറത്തിന് ടൈപ്പ് ചെയ്യാൻ വേറെ മറ്റ് ടൂള് ആവശ്യം ഉണ്ടാകും തോന്നുന്നില്ല. നിങ്ങളെ റിസർച്ചൊക്കെ പിന്നെ പേപ്പറുകളൊക്കെ എഴുതുമ്പോൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് അവിടെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ഏത് ഇംഗ്ലീഷാണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ്, ഇന്ത്യൻ ഇംഗ്ലീഷ്. ദിസ് ഈസ് ഹൗ വി ക്യാൻ ടൈപ്പ് ഇൻ Moodle, നോട്ട് Moodle, ഇൻ ഗൂഗിൾ ഡോക്സ്. സർ, അത് കഴിഞ്ഞ് ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വേർഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. നമുക്ക് Moodle കോഴ്സ് പേജിനുള്ളിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഞാനിത് കോപ്പി ചെയ്തു. അല്ല, ഞാൻ റിസർച്ച് ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണ നമ്മളിങ്ങനെ ചെയ്തിട്ട് നോർമൽ വേർഡിലോട്ട്, മൈക്രോസോഫ്റ്റ് വേർഡിലോട്ട് ടൈപ്പ് ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസില് നമുക്ക് ശ്രമിക്കാം. നമുക്ക് എന്തിനാ ഇനി മൈക്രോസോഫ്റ്റ് വേർഡ് ആവശ്യമുണ്ടോ ശരിക്കും? അല്ല, മോഡലിന്റെ കേസിലല്ല, അല്ലാതെ ചെയ്യാൻ ഒരു ഗൂഗിൾ ഡോക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാം, ഓപ്പൺ ഓഫീസിന്റെ സാധനത്തിലൊക്കെ വർക്ക് ചെയ്യും, യാതൊരു സംശയമൊന്നുമില്ല. ഇതിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ വേർഡ് ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഡൗൺലോഡ് ആസ് വേർഡ്, ഡൗൺലോഡ് ആസ് PDF, ഏത് ഫോർമാറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതാണ് സർ? ഇമേജ് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് കാണിക്കാമോ? ഇമേജ് പേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അല്ലെങ്കിൽ ഇവിടെ ടൂൾസിൽ കാണാം എക്സ്പ്ലോർ.
അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും നമ്മുടെ ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ഇമേജ്, ഇപ്പൊ മൂഡിൽ എന്നാണ് വിചാരിക്കുക. മൂഡിലിനെ ഞാനൊന്ന് സെർച്ച് ചെയ്തു. ഇമേജ് ആണെങ്കിൽ ഇമേജ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു. ഏത് ഇമേജ് ആണ് ആവശ്യമുള്ളത് ആ ഇമേജിന്റെ മുകളിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, ഇൻസേർട്ട് ഇമേജ്. ആ പ്ലസ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇമേജ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഈ വരുന്ന ഇമേജുകൾ മുഴുവനും റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജുകളാണ് ഇതിൽ കംപ്ലീറ്റ് വരുന്നത്. അത് മാത്രമല്ല, ഈ ഇമേജ് വരുമ്പം ആ ഇമേജ് കണ്ടില്ല, ഈ ഇമേജ് വന്നിരിക്കുന്നത് വിക്കിമീഡിയയിൽ നിന്ന് വന്ന ഇമേജ് ആണ്. ഓക്കെ, ആ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജിന്റെ കൂടെ ചിലപ്പോൾ ഇമേജിന്റെ പിന്നെ അതിന്റെ സോഴ്സും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതും ചില ഇമേജിന്റെ കൂടെ ഒക്കെ അതിന്റെ സോഴ്സും കൂടെ കാണിക്കാറുണ്ട്, എവിടെയാണ് സോഴ്സ് എന്നുള്ളത്. അതും ഒരു ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ലൈഡിലൊക്കെ ഇടുന്ന സമയത്ത് അതിന്റെ സോഴ്സ് അതിന്റെ കൂടെ തന്നെ വരും. നിങ്ങൾ ഇതിപ്പോ ഡോക്യുമെന്റിന്റെ ഉള്ളില് സോഴ്സ് അവിടെ വന്നില്ല എന്ന് മാത്രം, സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സോഴ്സും കൂടെ അവിടെ കൃത്യമായിട്ട് കാണിക്കാം. ഇനി ഇമേജിനെ നമുക്കൊന്ന് പിന്നെ എന്താണ് ഒരു റീഷേപ്പ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്രോപ്പ് ചെയ്യാം. ഇമേജിനെ ക്രോപ്പിംഗ് ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പിന്നെ ഷേപ്പ്, അങ്ങനെ ധാരാളം ടൂൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മള് വേർഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഉപയോഗിക്കാം. ഡ്രോയിങ് ടൂൾസ്, ടേബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇക്വേഷൻ എഡിറ്റർ ഉണ്ട്, അങ്ങനത്തെ പ്രൊവിഷൻ ഒക്കെ ഇതിനുള്ളിലുണ്ട്. ഇനി ഇതിനെ ഞാൻ നേരെ കോപ്പി ചെയ്യാണ്. ഇതിനെ ഞാൻ കോപ്പി ചെയ്ത് എൻ്റെ മൂഡിൽ കോഴ്സ് പേജിൽ ഇട്ടാൽ വർക്ക് ചെയ്യണം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ആ മൂഡിൽ കോഴ്സ് പേജിന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് വരാം. ഇവിടെ കോഴ്സ് പേജിൽ വന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്തു ഞാൻ. അതിനുശേഷം ഇവിടെ ഞാൻ ചുമ്മാ എഡിറ്റ് ടോപ്പിക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്തു. റൈറ്റ്, ഇവിടെ കണ്ടില്ലേ, ആ ലാംഗ്വേജിൽ ഒരു പ്രശ്നമില്ലാതെ ചില ഫോണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ, അത് വേണമെങ്കിൽ നമുക്ക് മൂഡിന്റെ കൂടെ വരുന്ന ലാംഗ്വേജ് പാക്കും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ആ ഒരു തെറ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ തമിഴാണെങ്കിലും തമിഴിലെ സാറിന് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അവർക്കത് ട്രൈ ചെയ്ത് നോക്കാം. കന്നഡയിലുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. മറ്റേത് ലാംഗ്വേജ്, അറബിക്കുള്ളവർക്ക്, അതേപോലെ പിന്നെ സാൻസ്ക്രിറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക്, അതേപോലെ ഹിന്ദി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക്, അവരൊക്കെ ഒന്ന് ഫ്രഞ്ച് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ. പിന്നെ അവരൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അതത് ലാംഗ്വേജിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക, കറക്റ്റ് ആണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദാറ്റ് ഈസ് സംശയം ചോദിക്കട്ടെ. ഇത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള പോലെ ഗ്രാമർ കറക്ഷനും സ്പെല്ലിംഗ് കറക്ഷനും ഉണ്ടോ ഗൂഗിൾ ഡോക്കിൽ? ഉണ്ട് 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 ഉണ്ട്. ഇതവിടെ ഉണ്ട്, ഇതുണ്ടല്ലേ. ഇതിപ്പം മലയാളം ആയതുകൊണ്ടാണ് മലയാളത്തിൽ എന്താന്നുള്ളത് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് അവൻ പറയുന്നുണ്ട്, ഇതല്ലേ. മലയാളത്തെ എന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മാറ്റി വെക്കാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്യാം. രാഷ്ട്രഭാഷ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അടുത്തൊരു ടൂള്. ഹലോ സാർ. സാർ, ഇത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഈ വോയിസ് ടൈപ്പിംഗ് അവൈലബിൾ ആണോ? ഹലോ, വേറെ ലാംഗ്വേജിലേക്ക് മാറ്റാനാണോ? സാറേ പറയൂ സാറേ, പറയുന്ന സമയത്ത്. ഹലോ സാർ, ഇത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഈ വോയിസ് ടൈപ്പിംഗ് ലഭ്യമാവും നമ്മുടെ ഈ സ്ക്രീനിൽ കുട്ടികൾ കിട്ടുന്ന രീതിയിൽ? അങ്ങനെ ലഭ്യമാവാനെ എന്ത് ചെയ്യാൻ സാറേ, പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന് ഒന്ന് നമ്മൾ സാധാരണ ഇപ്പം ഗൂഗിൾ മീറ്റിൽ തന്നെ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടല്ലോ. ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ ക്യാപ്ഷൻ ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞു കാണാം. ഞാൻ ടേൺ ഓൺ ക്യാപ്ഷൻസ് ചെയ്യാം. ഇപ്പോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ? അപ്പം ഇംഗ്ലീഷിലായിരിക്കാം ക്യാപ്ഷൻ ലാംഗ്വേജ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. മലയാളത്തിൽ വേണമെങ്കിൽ ആ സെറ്റിംഗ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഈ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാന്നുള്ളത്, ക്യാപ്ഷന്റെ പ്രോപ്പർട്ടീസ്
മാറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അവിടെ ക്യാപ്ഷൻസ് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യും, ഒരു സംശയമില്ല. അത് ക്യാപ്ഷൻ ടേൺ ഓൺ ക്യാപ്ഷൻസ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തൊരു ടൂള് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുകയാണേ. എനിക്ക് നിങ്ങളെ 5:30 മുമ്പേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു അരമണിക്കൂർ കൂടി ഇരുന്ന് തരികയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളവർക്ക് പോകാം. ഓക്കെ. ഇനി അടുത്തൊരു ടൂൾ ഉള്ളത്, നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ PDF ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ PDF ഡോക്യുമെന്റുകൾ നമുക്ക് പലപ്പോഴും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് എഡിറ്റബിൾ ആയിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് PDF ഡോക്യുമെന്റിനെയും നമുക്ക് എഡിറ്റബിൾ ആക്കി മാറ്റാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടി, അതിനെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഏതെങ്കിലും ഒരു PDF, ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് എടുത്തു, ഏതെങ്കിലും ഒരു PDF തൽക്കാലം സെർച്ച് ചെയ്തു. ഇവിടെ ഒരു ഓപ്പൺ കോഴ്സ് സിലബസ് എന്ന് പറഞ്ഞ് ഒരു PDF ഡോക്യുമെന്റ് ഉണ്ട്, റൈറ്റ്? ഇതെന്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഒരു ഫയലാണ്. ആ ഫയലിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, അങ്ങ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഗൂഗിൾ ഡോക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഉള്ള ഒരു PDF ഫയലിനെ ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഫയൽ കണ്ടോളൂ, അതൊരു PDF ഫയലാണ്. ഈ ഫയൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. നമ്മള് സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇതാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് അതിനുശേഷം ഇതിനെ വീണ്ടും നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് ടേബിളിന്റെ ഫോർമാറ്റ് ടേബിൾ ഫോർമാറ്റ് അത് കിട്ടില്ല. അല്ലാതുള്ള ടെക്സ്റ്റൽ കണ്ടന്റുകൾ മുഴുവൻ അതിന് വേണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കണം. അത് അങ്ങനെയുള്ള ടൂളുകളും ഉണ്ട്. ഇക്വേഷനും ബുദ്ധിമുട്ടാണ്. ബാക്കി ടെക്സ്റ്റൽ ആയിട്ടുള്ള കണ്ടന്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്ത് കിട്ടും. ഇനി ഇതൊന്ന്, ഇനിയിപ്പോ നിങ്ങൾ ഇമേജ് സ്കാൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ PDF ആയിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതാരെങ്കിലും ഒരാള് മൊബൈൽ ഫോണുള്ളവരുണ്ടോ അവിടെ? മൊബൈൽ ഫോണിൽ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. അതും കാണിക്കാം. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് പ്രസന്റ് മോഡിലേക്ക് ഒന്ന് വന്നാൽ നമുക്ക് എളുപ്പം കാര്യം ഇവിടെ നിന്ന് ചെയ്യാം. പ്രസന്റ് മോഡിലേക്ക് ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പ്രസന്റ് മോഡിൽ വരണേ. മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് അത് കൂടുതൽ നന്നായിട്ട് നടക്കുക. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒന്ന് പ്രസന്റ് മോഡിലേക്ക് വരിക. ആരാന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് വന്നാൽ മതി. ആരാണ് ഒരാൾ? അച്ചു സാറാണ്? അല്ല, മിഥുൻ. ഓക്കെ, മിഥുൻ സാർ. മിഥുൻ സാർ. ഓ സാറേ, ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ. കൃഷ്ണകുമാർ സാറേ, ലാറ്റക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. ലാറ്റക്ക് ചെയ്യാൻ ഒന്നുമില്ല. ഒന്നെങ്കിൽ ഡോളർ സിമ്പലിന്റെ ഉള്ളിൽ ഇക്വേഷൻസ് നേരെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. $2 സിമ്പല്, ഡബിൾ ഡോളർ സിമ്പലിന്റെ ഉള്ളിൽ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നടക്കും. ഓക്കെ. ഇനി അതല്ലെങ്കിൽ സ്ലാഷ് ഓപ്പൺ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലാറ്റക് കോഡ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സ്ലാഷ് ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ. സാറേ, ഇത് ചെയ്യേണ്ടത് നേരെ ഒന്ന് ഗൂഗിൾ ഡ്രൈവ് എടുക്കുക. സാറേ, ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ യുവർ ഗൂഗിൾ ഡ്രൈവ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഡ്രൈവ് കാണും.
സാറേ എന്റെ ഫോണിന്റെ ഒരു 2 സെക്ഷനിലുള്ള ടച്ച് വർക്ക് ആവുന്നില്ല. ഐ തിങ്ക് സംബഡി എൽസ് ഷുഡ് കം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു നിരയിൽ ഫുള്ള് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ മറ്റൊരാൾ ഒന്ന് വരുമോ? മറ്റൊരാള്. സോറി റിയലി സോറി. ഓക്കെ സർ, ഓക്കെ, കുഴപ്പമില്ല. ആര് വരും? ഒരാൾ പ്ലീസ്. ഇത് ലാപ്പിൽ ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാരും അങ്ങനെ എല്ലാരും ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അല്ല, സിദ്ദീഖ് സാർ വന്നു. ഓക്കെ, സിദ്ദീഖ് സാർ, ഓക്കെ, വെൽക്കം. സാർ ഒന്ന് പിന്നെ ഇതിലേക്ക് വരൂ. മൊബൈൽ ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഒന്ന് എടുക്കൂ സാർ. ഗൂഗിൾ ഡ്രൈവ്, ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ദെൻ ഇനി നോക്കുക, നമ്മൾ ഗൂഗിൾ ഡ്രൈവില് പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം അല്ലെ? താഴെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ലേ? ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ സാർ. സജ്ജന മിസ് ഒന്ന് പിൻ ചെയ്ത് വെക്കണേ. ആ പ്ലസ് ബട്ടണിൽ 3-4 ഓപ്ഷൻസ് കാണാം. വൺ ഈസ് ഫോൾഡർ ആൻഡ് അനദർ വൺ ഈസ് അപ്ലോഡ് ആൻഡ് തേർഡ് ഈസ് സ്കാൻ. നൗ സ്കാൻ ചെയ്യുക. സ്കാൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തേ. നിങ്ങളുടെ ഫോണില് ക്യാം സ്കാനർ ഇല്ല അല്ലെങ്കിൽ ഡോക്യുമെന്റ് സ്കാനർ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ഹാവ് എ സ്കാനർ. നൗ അലോ ചെയ്യുക സർ. അലോ ചെയ്തോളൂ. പ്ലസിൽ ക്ലിക്ക് അലോ ചെയ്യുക. ഓക്കെ, അതിനുശേഷം സാർ ഡോക്യുമെന്റ് കാണിക്കും. അവിടെ ബാറ്ററീസ് വരില്ലോ. ഓക്കെ, ഒരു ഡോക്യുമെന്റ് എടുക്കൂ സാർ. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഒരു നല്ലൊരു ഫോട്ടോ എടുത്ത് അതിന് നന്നായിട്ട് സൂം ചെയ്ത് അതിനൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തേ. ഇതിനെ നമ്മൾ ഒറ്റയടിക്ക് നമ്മളൊരു ഡോക്യുമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഫോട്ടോ എടുത്തു, ദെൻ ടിക്ക് മാർക്ക് കൊടുത്തേ. ഓക്കെ, ആ ഡോക്യുമെന്റ് കറക്റ്റ് ആണോ നോക്കുക. ഗോട്ട് ഇറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ സാർ. വേണമെങ്കിൽ രണ്ടാമത്തെ ക്ലിയർ ഉണ്ടോ? അത് സ്കാൻ ചെയ്ത് ക്ലിയർ ഉണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത പേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പേജ് ഓപ്പൺ ചെയ്യാം. അടുത്ത പേജ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജ് റൈറ്റ്. യെസ്, അതും ഒന്ന് ചെയ്തോളൂ. ഒരു ഫോട്ടോ എടുത്തോളൂ. നന്നായിട്ട് അടുത്ത് വെച്ച് സൂം ചെയ്താൽ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. ഓക്കെ, യെസ്, ഓക്കെ. ഇനി ആ ടിക്ക് മാർക്ക് ഒന്നുകൂടി ചെയ്തു സാർ. അത് ഇതായി പോയി തോന്നുന്നു അല്ലേ? യെസ്. ഇനി ആ ഫയലിന് ഒരു പേര് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്യൂ. നമുക്കിനി ഓപ്പൺ ചെയ്ത് കിട്ടണേ. കാണാവുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പേര് കൊടുത്താൽ മതി. എന്തെങ്കിലും സ്കാൻ അത് മതി. S1 എന്നാട്ടും പേര് കൊടുത്താൽ മതി. S1 PDF. ഓക്കെ, എന്തെങ്കിലും ഒരു പേര്, എനി നെയിം സെർച്ച് ചെയ്താൽ കിട്ടിയാൽ മതി. അത്രയേ ഉള്ളൂ. അത് മലയാളമാണോ വരുന്നത്? ഓക്കെ, യെസ്, സേവ് ചെയ്തോളൂ. സേവ്. ഓക്കെ സാർ. ഇനി സാറ് ഇനി ആ ഡോക്യുമെന്റ് ഒന്ന് സാറ് ലാപ്ടോപ്പിലുണ്ടോ? ഇപ്പൊ ഈ ഡോക്യുമെന്റ് ഇപ്പൊ ഒരു ഫോട്ടോ ആയിട്ടാണ് സ്കാൻ ചെയ്തിരിക്കുന്നത്. സാർ ഒന്ന് ലാപ്ടോപ്പിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? ഇനി സാറ് ലാപ്ടോപ്പിൽ ഒന്ന് പ്രസന്റ് മോഡിലേക്ക് വരുമോ? മറ്റത് മാറ്റട്ടെ? അതെ, അത് മാറ്റിക്കോ, അത് കുഴപ്പമില്ല. ഇനി സാറ് ലാപ്ടോപ്പിൽ ഒന്ന് എടുത്തു വന്നോളൂ. ലാപ്ടോപ്പിൽ ഇന്നൊന്ന് പ്രസന്റേഷൻ മോഡിൽ വരണേ. കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
കിട്ടുന്നുണ്ടോ? ഇല്ല സാറേ, വന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തോളൂ സാർ. മൊബൈൽ ഓഫ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നോയ്സ് വരുന്നത്. യെസ്, ഇറ്റ്സ് കമ്മിങ്. ഇനി സാറ് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്തേ. കുട്ടികൾ പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കുട്ടികളോട് ഈ ടെക്നിക്ക് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവർക്ക്. സ്കാനർ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അവരുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകും. ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാം, PDF ആയിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. സാർ ഒന്ന് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യും. drive.google.com എന്നടിച്ചാൽ മതി. drive.google.com അല്ലെങ്കിൽ ഇവിടെ 9 ആപ്പ് ഒന്ന് ഗൂഗിൾ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതെ, യെസ്, ഓക്കെ. ലോഡ് ചെയ്യുന്നു. ഈ അക്കൗണ്ടിൽ തന്നെയല്ലേ സാർ നേരത്തെ അപ്ലോഡ് ചെയ്തത് അല്ലേ? സാർ ഒന്ന് ആ സെർച്ചിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സാർ, മേലെ 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 അവിടെ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആ സെർച്ച് ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഫെസിലിറ്റിയും ഫീച്ചറും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഗൂഗിൾ ഡ്രൈവിന്റെ ഒരു പ്രത്യേകത, ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ ഇമേജിലോ അവിടെ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാരീസ് ഈഫൽ ടവർ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോട്ടോ ആയിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ ഈഫൽ ടവർ എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ നിങ്ങൾ ഡ്രൈവിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫൈൻഡ് ഔട്ട് ഈഫൽ ടവർ. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. സാർ ഈ അക്കൗണ്ടിലേക്ക് തന്നെയാണോ സാർ സബ്മിറ്റ് ചെയ്തത്? അത് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യണേ. മൊബൈലിൽ നിന്ന് അപ്ലോഡ് ആയിട്ടുണ്ടോ, ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. കണ്ണൂർ അല്ല, കേരള യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് സാർ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തിരുന്നത്. ആ അക്കൗണ്ട് ഒന്ന് സ്വിച്ച് ചെയ്താൽ മതി. ഓക്കെ, യെസ്, സൈൻ ഇൻ ചെയ്തോളൂ. യെസ്, മൊബൈൽ ഓഫ് ചെയ്യാം സാർ. മൊബൈൽ കുഴപ്പമില്ല, മൊബൈല് മീറ്റിന് വേണമെന്നില്ല മൊബൈലില്. ഒരുപാട് സമയം എടുക്കുന്നു. ഡ്രൈവ് സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ ആയ സാരിയില്ല സാറേ. ബിജു AV2 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങാം. സിദ്ദീഖ് സാറിനാണ്. സിദ്ദീഖ് സാറിന് ഓൾറെഡി 2 അക്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. സിദ്ദീഖ് സാർ എക്കോ വരുന്നത് മൊബൈൽ ഓൺ ചെയ്തിട്ടാണ്. മൊബൈലിലുള്ള ഗൂഗിൾ മീറ്റ് ഓഫ് ചെയ്താൽ മതി. ഭയങ്കര സ്ലോ ആണ്. നെറ്റ് കണക്ഷൻ രണ്ടും കൂടി ഷെയർ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഫയൽ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും, ക്വിക്ക് ആക്സസിൽ തന്നെ കാണും. നമ്മൾ ലാസ്റ്റ് ചെയ്തത് അവിടെ കാണും, അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ. മൊബൈലിൽ നിന്ന് അപ്ലോഡ് ആയോ സാധനം? അപ്ലോഡ് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടോ ഇതില്? ഒരു ഇമേജ്, ഒരു ടെക്സ്റ്റ് ഇതേപോലെ സ്കാൻ ചെയ്ത ഒരു ഇമേജ്
സ്കാൻ ചെയ്ത ഇമേജ് ഉണ്ടാവില്ല. ഒരു ഫോട്ടോ ആയിട്ട്, ഫോട്ടോ എങ്കിൽ ഫോട്ടോ, ഏതെങ്കിലും ഒരു ഫോട്ടോ, ഡോക്യുമെന്റിന്റെ ഒരു ഫോട്ടോ. നിങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ ക്രൈറ്റീരിയ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ അതിന്റെയൊക്കെ ഡോക്യുമെന്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ JPG ഇമേജിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. സാറേ ഞാൻ കാണിക്കാം, ഞാനൊരു ഇമേജ് എടുത്ത് കാണിക്കാം. ഇവിടെ അപ്ലോഡ് ആവട്ടെ. ഇതും 14.6 GB ആയി. എനിക്ക് തോന്നുന്നു പലരുടെയും ഡ്രൈവ് സ്പേസ് ഇങ്ങനെ തീർന്നു പോകുന്നത് നിങ്ങളുടെ ഗാലറി ഗൂഗിൾ ഡ്രൈവുമായിട്ട് ചിലപ്പോൾ സിങ്ക് ആയി കിടക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഒക്കെ അതിൽ കയറുന്നുണ്ട്. അപ്പം അതൊരു റീസൺ ആണ്. മറ്റൊന്ന്, നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോസ് സ്റ്റോർ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷനാണ്, ക്വാളിറ്റിയിൽ ഇത്തിരി നമ്മൾ എന്ത് ചെയ്യണം, സാക്രിഫൈ ചെയ്യാൻ റെഡിയാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 125 per month ഒന്നും മേടിക്കണമെന്നില്ല സാറേ. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന സ്പേസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇപ്പോഴുള്ള 15 GB തന്നെ മതിയാവും. ഡോക്യുമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ. ഫോട്ടോസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കാം. ഗൂഗിൾ ഫോട്ടോസിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സിദ്ദിഖ് സാർ ഒന്ന് പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഉണ്ടോ? എന്നാ ഓക്കെ. യെസ് സാർ ചെയ്തോളൂ. ഈ ഫയൽ മതിയോ? ഏതെങ്കിലും ഒന്ന് സാറ് പ്രസന്റ് ചെയ്തോളൂ. പ്രസന്റേഷൻ കാണും വന്നിട്ടില്ല. ഓക്കെ, ഇതൊരു ഇമേജ് ഫയലാണ്. ഓക്കെ, അത് മലയാളത്തിലേക്ക് വിട്ടു നോക്കാം നമുക്ക്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തോളൂ, ഓപ്പൺ വിത്ത്. ആ ഫയൽ ഒന്ന് എവിടെയാണുള്ളത് അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അടിച്ചു നോക്കൂ. ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അല്ല സോറി, ഡോക്യുമെന്റ്. ഒരു മിനിറ്റ്, ഇനി ആ സാറിന്റെ അതിന്റെ ടോപ്പിലുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഇമേജിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി ഡെലീറ്റ് ചെയ്യാൻ ഒന്ന് പ്രസ് ചെയ്തേ. ഓക്കെ, ഡോക്യുമെന്റ് മൊത്തം ഇനി എഡിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. സോ വളരെ എളുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഇത് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ്, ആദ്യം മനസ്സിലാക്കണം. എന്നെ പഠിപ്പിച്ചത് കുട്ടികളാണ്, റൈറ്റ്? അപ്പോ കുട്ടികള് പിന്നെ ഈ കാര്യം നമ്മള് കുട്ടികളുടെ അടുത്ത് നിന്ന് ലേൺ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത് അതാണ്. അവര് പറഞ്ഞു സാറേ ഇതൊന്നും ആവശ്യമൊന്നുമില്ല, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ അവര് ക്യാം സ്കാനർ ഇല്ലാത്തതുകൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ്, ഇതിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കോപ്പി അടിക്കാം, നേരെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ദെൻ അവർക്ക് എത്ര വലിയ, അപ്പൊ ഇനി നിങ്ങൾക്ക് അസൈൻമെന്റ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അവര് ഈ ഒരു ഫീച്ചറും കൂടി അവർ പഠിക്കാനുള്ളതാണല്ലോ ഇത്, ഈ ഒരു ഫീച്ചറും കൂടി അവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസും റിസോഴ്സസും ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ട് പറ്റും, അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ബട്ട് കോപ്പിറൈറ്റും അതുപോലെ പ്ലാജറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മനസ്സിലുണ്ടാവുകയും കൂടി വേണം. എല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നതിൽ അതിന്റെ മൂല്യങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, സോ ഇനി തൽക്കാലം സമയം അങ്ങനെ ആയതുകൊണ്ട് ഇനി ഒരു ടൂളും കൂടെ വേണമെങ്കിൽ കാണിക്കാം. അത് അസസ്മെന്റ് ടൂളാണ്. വേണോ? ഓക്കെ, ഒരു സംശയമുണ്ട് സാർ. അസസ്മെന്റ് ടൂൾ യെസ്.
സിദ്ദിഖ് സാറ് ഒരു ഡിവൈസ് ഒന്ന് ഓഫ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഡിവൈസ്. അതിൽ നിന്ന് എക്സിറ്റ് ആവണം, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നിൽ നിൽക്കും. ഓക്കെ സാർ. സർ ഹാൻഡ് റിട്ടൺ ചെയ്യാൻ പറ്റുമോ ഇതുപോലെ? ഏതില്? കൈകൊണ്ട് എഴുതിയത് ഇതുപോലെ നമുക്ക് റൈറ്റിംഗ് ഇതിൽ മാറ്റാൻ പറ്റുമോ? എഡിറ്റ് ചെയ്യേണ്ട രീതിയിൽ മാറ്റാൻ പറ്റുമോ? ഹാൻഡ് റൈറ്റ് റെക്കഗ്നിഷൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. അത് സാറ് ട്രൈ ചെയ്ത് നോക്കുക, എനിക്കറിയില്ല അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഇത് ശരിക്ക് പിന്നെ OCR ആണ് ശരിക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നല്ലത്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുക അച്യുത് ശങ്കർ സാർ എന്തെങ്കിലും ഒന്ന് സാറ് അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ എന്തെങ്കിലും ഇൻപുട്സ് തരികയാണെങ്കിൽ നന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഒരു അസസ്മെന്റ് ടൂള് നമുക്ക് നോക്കാം. കുറെ കൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള. ഷാജി സാറേ. ഷാജി സാർ ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അടുത്ത ക്ലാസ് മതി. നമുക്ക് 50+ കാറ്റഗറി ഓൾഡ് പീപ്പിൾ. ഓക്കെ 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 ശരി ശരി ശരി. അപ്പൊ പിന്നെ ഓക്കെ, എനിവേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് മറന്നു പോകരുത്. എല്ലാവരും നിർബന്ധമായിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക.